പല്ലെടുത്തു കഴിഞ്ഞാൽ തല കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? എല്ലാ ഫുഡ്സും കഴിക്കാമോ എന്നിങ്ങനെ ഒത്തിരി ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പല്ലെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പല്ലെടുത്ത ശേഷം അന്നത്തെ ദിവസം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. പല്ലെടുത്തതിന് ശേഷം ഡോക്ടർ നിങ്ങൾക്ക് ഒരു കോട്ടൺ പീസ് അല്ലെങ്കിൽ ഒരു ഗോസ് പീസ് കടിക്കാൻ തരും. അത് അരമണിക്കൂർ കടിച്ചു പിടിക്കേണ്ടതാണ്. അത് പല്ലിൽ നിന്ന് വരുന്ന ബ്ലീഡിംഗ് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സഹായിക്കും. ആദ്യത്തെ 24 മണിക്കൂറിൽ ശക്തിയായി തുപ്പുവാനോ കുപ്പിളിക്കാനോ പാടുള്ളതല്ല. വായിൽ വരുന്ന ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ എല്ലാം വിഴുങ്ങേണ്ടതാണ്. അരമണിക്കൂർ കഴിഞ്ഞ് പഞ്ഞി മാറ്റിയതിനു ശേഷം തണുപ്പുള്ള വെള്ളമോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾ തണുപ്പുള്ള ജ്യൂസാണ് കുടിക്കുന്നതെങ്കിൽ കഴിവതും സ്ട്രോ ഒഴിവാക്കി ഗ്ലാസ്സിൽ നിന്ന് ഡയറക്റ്റായി കുടിക്കാൻ ശ്രമിക്കുക. സ്മോക്ക് ചെയ്യുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഒരാഴ്ചത്തേക്ക് അത് കഴിവതും ഒഴിവാക്കുക. ഇല്ലെങ്കിൽ മുറിവുണങ്ങാൻ താമസിക്കുകയും ഡ്രൈ സോക്കറ്റ് എന്ന കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസുമുണ്ട്. അതുകൊണ്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരാഴ്ചത്തേക്ക് അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുവാനായി ശ്രദ്ധിക്കണം. പല്ല് പറിച്ചെടുത്ത് സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് പോയി അത് ഹീലായെന്ന് ഉറപ്പ് വരുത്തി സ്റ്റിച്ചസ് റിമൂവ് ആക്കേണ്ടതാണ്. പല്ല് പറിച്ചു കഴിഞ്ഞാൽ നീരുണ്ടാവുക എന്നത് സാധാരണയാണ്. അതൊരു പരിധിവരെ ഒഴിവാക്കാനായി ഐസ് പാക്ക് വെക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ചൂടുള്ളതും കട്ടിയുള്ളതും എരിവ് കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സും ആൽക്കഹോളും ചൂട് ചായയും ഒക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ പല്ലെടുത്ത ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങൾ നന്നായി ബ്രഷ് ചെയ്യാനായി ശ്രദ്ധിക്കുക. പല്ലെടുത്തതിന് ശേഷം ഹൈ ഫീവറോ ബാഡ് ഓഡറോ ബാഡ് ടേസ്റ്റോ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനും കൂടുതൽ ഇൻഫർമേഷനുമായി ഈ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.